അഫാൻ എന്തുകൊണ്ട് ചുറ്റിക തിരഞ്ഞെടുത്തു? നിർണായക വിവരം ലഭിച്ചതായി പോലീസ്. വെഞ്ഞാറമൂട്ടിൽ കുടുംബാംഗങ്ങളെയും സുഹൃത്തിനെയും കൊലപ്പെടുത്തിയ കേസിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോലീസ് റിമാൻഡിലുള്ള അഫാൻ എന്തുകൊണ്ടാണ് കൊലപാതകങ്ങൾ നടത്താൻ വേണ്ടി ചുറ്റിക തിരഞ്ഞെടുത്തു എന്നതിന് നിർണായക വിവരങ്ങൾ ലഭിച്ചുവെന്ന് പോലീസ്. ഈ ഘട്ടത്തിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ചുറ്റിക തെരഞ്ഞെടുത്തതിനെക്കുറിച്ച് അറിയാനായി സൈബർ പോലീസ് അഫാന്റെ ഫോണും ഇന്റർനെറ്റ് ഉപയോഗത്തിന്റെ വിവരങ്ങളും പരിശോധിച്ചിരുന്നു. ഇതിനിടെ രാത്രി സഞ്ചാരത്തെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഫോണിൽ യൂട്യൂബിലും ഇന്റർനെറ്റിലും ചുറ്റികയെക്കുറിച്ച് തിരഞ്ഞതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിനിടെ വെഞ്ഞാറമൂട് പോലീസ് ആശുപത്രിയിലെത്തി അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഉടൻ തന്നെ അഫാനെ ജയിലിലേക്ക് മാറ്റുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അഫാൻ, മാതാവ് ഷെമി എന്നിവർ സംഭവം നടന്നതിന്റെ തലേദിവസം 50,000 രൂപ വായ്പ ലഭിക്കുന്നതിനായി വിവിധ സ്ഥലങ്ങളിലുള്ളവരെ സന്ദർശിച്ചതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ഇരുവരും തട്ടത്തുമലയിൽ ബന്ധുവീട്ടിലെത്തിയത്. തട്ടത്തുമലയിൽ താമസിക്കുന്ന ബന്ധുവിന്റെ ചെറുമകളുടെ കൈവശം സ്വർണ്ണാഭരണം ഉണ്ടായിരുന്നത് ലക്ഷ്യമിട്ടാണ് ഇരുവരും വായ്പ വാങ്ങാനെത്തിയത്. എന്നാൽ സ്വർണമോ പണമോ ലഭിച്ചില്ല. തുടർന്ന് ഇവർ തിരികെ പോയി. എന്നാൽ കൊലപാതകങ്ങൾ നടക്കുന്ന ദിവസം രാവിലെ വീണ്ടും ഷെമി പ്രതീക്ഷ കൈവിടാതെ വീണ്ടും തട്ടത്തുമലയിലെ ബന്ധുവിനെ വിളിച്ചിരുന്നു. അപ്പോഴും കൈവശം പണമില്ല എന്നായിരുന്നു ബന്ധു പറഞ്ഞത്. ഈ 50,000 രൂപ ആർക്ക് നൽകാൻ വേണ്ടിയാണ് മാതാവും മകനും ഓടി നടന്നതെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കുടുംബത്തിന് കടബാധ്യതയില്ല എന്ന് പിതാവ് അബ്ദുറഹീം പറഞ്ഞുവെങ്കിലും വമ്പൻ കടബാധ്യതയാണ് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അഫാന്റെയും ഷെമിയുടെയും ജീവിതശൈലിയാണ് കടം പെരുകാൻ കാരണമെന്നും വിലയിരുത്തലുണ്ട്.